ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരികയും വലിയ മിറാക്കിൾസ്, അത്ഭുതങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ ഒരു സാഹചര്യം ഒരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഫ്രീ ആണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ നേടുന്ന വിജയങ്ങൾ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വിജയങ്ങളാണെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും നേട്ടങ്ങളാണെങ്കിലും ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു നിയമമാണ്. സോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. ഓക്കെ, എല്ലാ സന്തോഷങ്ങളും ആഘോഷിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വർക്കായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ മൈൻഡിന് റിലാക്സേഷൻ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് പവർ നമുക്കുണ്ടാകത്തുള്ളൂ. അപ്പം മൈൻഡിൻ്റെ റിലാക്സേഷന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു 5 ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ അല്ലെങ്കിൽ 6 ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കും. അതെന്തിനാ? നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അടുത്ത ദിവസം ഒന്നുകൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പോൾ സൺഡേ ഓഫ് ആയിരിക്കും, മൺഡേ വീണ്ടും വർക്കിലോട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും റെസ്റ്റ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി വൺസോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ ഒരു യാത്രയൊക്കെ പോയിട്ട് മൈൻഡൊക്കെ ഒന്ന് എല്ലാ ചിന്തകളും ഒഴിവാക്കി, ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തോട്ട്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് മൈൻഡിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. യാത്രകൾ പോകുന്നതൊക്കെ അത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ നന്നായിട്ട് കൂട്ടത്തേ ഉള്ളൂ. സോ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എനർജറ്റിക് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ തോട്ട്, ഇമോഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വർക്കാവും. കാരണം നമ്മളൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജിമ്മിൽ പോവാം. ഇനി ജിമ്മിൽ പോകാൻ കഴിയാത്ത ആളുകൾ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോഡി ജസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, മിനിമം ഒരു വാക്കിംഗ് എങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കണം. എനർജറ്റിക് ആയിട്ടുള്ള ബോഡി വളരെയധികം കാന്തിക ശക്തി ഉണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ബോഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോളാണ്. നമ്മുടെ സോള് എപ്പോഴും പീസ്ഫുൾ ആയിട്ടിരിക്കണം. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പ്രയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പ്രാർത്ഥനയൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ സോളിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലാണ്. അത് നമ്മൾ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് പോലെ എഴുതുകയോ മറ്റൊക്കെ ചെയ്യാം. ഓരോ ദിവസവും നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ സ്ഥിരമായി എഴുതുന്ന ശീലം, അതൊക്കെ നമ്മളെ സോളിനെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യാനും സോളിൻ്റെ പവർ നമുക്ക് ഈ മാനിഫെസ്റ്റേഷനിൽ ഉപയോഗിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ സോളിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോളിനും ഈ നമ്മൾ ആകർഷിക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് പവർ നമുക്ക് ലഭിക്കുന്നതിൽ വളരെയധികം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് നമുക്ക് എന്തിലോട്ടാണ് അടുത്ത് പോകേണ്ടത്, അടുത്ത ആക്ഷൻ എന്തെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോൾസ് എല്ലാ ദിവസവും റീഡ് ചെയ്യുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കറക്റ്റ് ഗോളൊക്കെ ഫോക്കസ് ചെയ്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. എല്ലാവരുടെയും സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കലായിട്ടുള്ള നോളജുകൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടുക. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്